കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നോട്ടിഫിക്കേഷനാണ്, ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറയുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 30/8/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/10/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കേരള PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ 316/2025 ആണ്. മനസ്സിലായെന്ന് കരുതുന്നു. അപേക്ഷിക്കുന്ന മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. PSCൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനു മുൻപ് ഈ പറയാൻ പോകുന്ന യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. പ്രിസൺസ് ആൻഡ് കറപ്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. 27,900 മുതൽ 63,700 വരെയാണ് ഇതിൻ്റെ ശമ്പളം പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ലാത്തിൻ കത്തോലിക്സ് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസിനാണ് ഒരു വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നല്ല അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. ലാത്തിൻ കത്തോലിക്സ് അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻസിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണല്ലോ. അപ്പോൾ NCA നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമേ, ഈ ഒരു കാറ്റഗറിയിൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 18 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 2/1/1986 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചിട്ടുള്ള വനിതകൾക്ക്, വനിതാ പ്രിസൺ ഓഫീസറാണ്, ഫീമെയിൽ പ്രിസൺ ഓഫീസറാണ്. അപ്പോൾ വനിതകൾക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. മിനിമം 10ാം ക്ലാസ് മാത്രം മതി. മറ്റ് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ട. 10ാം ക്ലാസ് വേണം. 150 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഹൈറ്റ് 150 മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് പേര് ഹൈറ്റിൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് 150 സെൻറ്റിമീറ്ററും 10ാം ക്ലാസ്സും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റും പിന്നെ ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഐസൈറ്റ് 6/6 അതുപോലെ തന്നെ 0.5 ആണ് നിയർ വിഷൻ ഡിസ്റ്റൻസ് വിഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം 8 ഫിസിക്കൽ ഐറ്റംസ് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 8 ഫിസിക്കൽ ഐറ്റത്തിൽ നിന്ന് നിങ്ങൾ 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി. ഇവിടെ 8 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ തന്നെ ഏതെങ്കിലും 5 മതി കേട്ടോ. ഇന്നതാവണം നിർബന്ധമില്ല. 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിംഗ് ദി ഷോട്ട്, 200 മീറ്റർ ഓട്ടം, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ, ഷട്ടിൽ റൈസ്, സ്കിപ്പിംഗ് 1 മിനിറ്റിൽ 80 തവണ. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ്, ടൈം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഈ ഒരു ടൈം ഡിസ്റ്റൻസ് കാര്യത്തിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 എണ്ണം കംപ്ലീറ്റ് ചെയ്താൽ മതി. 5 എണ്ണം കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. ആദ്യം PSCൻ്റെ എക്സാം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഫിസിക്കൽ ഉണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും അതിലേക്ക് കടന്നു നേടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ്റെ മെത്തേഡ് പറഞ്ഞത്. PSC ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? അപേക്ഷിക്കാൻ സാധിക്കും. യോഗ്യതയുള്ള സുഹൃത്തുക്കൾ, സഹോദരിമാർ, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് കൃത്യമായി ലൈഫ് ട്രാക്ക് മലയാളം എല്ലാവിധ കമ്മ്യൂണിറ്റികളും, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആവട്ടെ, അതുപോലെ തന്നെ വാട്സപ്പ് ചാനലുണ്ട്, ഓൾസോ യൂട്യൂബ് ചാനൽ, ഇത് പ്രധാനമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.